ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി വേദപുസ്തക സ്നേഹികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനോടകം പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച അനേക ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തൃപ്തികരമായ മറുപടി തരുവാൻ സാധിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇന്നത്തെ സെഷനിലും നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാനായി ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ സഭാപ്രസംഗി പുസ്തകത്തിലെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം സാർ വിശദീകരിക്കുകയുണ്ടായി. അതായത് അത് എഴുതപ്പെട്ട പശ്ചാത്തലം, അതിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ബേസിസ് എല്ലാം പറയുകയുണ്ടായി. എന്നാൽ ആ ചോദ്യത്തിന്റെ മറുപടി പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. അതിനാൽ ഈ സെഷനിൽ ആ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. ദൈവവചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭാപ്രസംഗിയിൽ 7-ാം അധ്യായം 16-ാം വാക്യവും 18-ാം വാക്യം. അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായും ഇരിക്കരുത്, നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കരുത്, കാലത്തിന് മുമ്പേ നീ എന്തിന് മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം, അതിങ്കൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തർ ഇതെല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. പ്രേക്ഷകൻ ചോദിച്ച ചോദ്യം ഈ വചനത്തിന്റെ വിശദീകരണം ആയിരുന്നു. താങ്ക് യു. ഈ വചനത്തിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഓടി 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 ദൂരത്തിൽ ഇങ്ങനെ വളഞ്ഞ ആങ്കർ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ഇന്ന് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാന്നുള്ള എൻ്റെ വിശ്വാസം. എന്തിനാ ഇത്രയും ടൈം എടുത്ത് ഒരു ചോദ്യത്തിന് വേണ്ടി ഉത്തരം പറയാൻ വേണ്ടി പോകുന്നെന്നുള്ള സംശയം ആളുകളുടെ മനസ്സിൽ നിശ്ചയമായിട്ടും ഉണ്ടാകാം. കാര്യം ഇത് വിശുദ്ധ തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്നതാണ്. വിശുദ്ധ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. തിരുവെഴുത്തുകൾ ശോധന ചെയ്യണം. സർഫസ് ലെവൽ ഒരു കാര്യം കണ്ടിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തരുത്. Don't arrive at a conclusion seeing something on the surface level. അത് ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധം. They see something on the surface level. അത് ശോധന ചെയ്ത് തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ച് അർത്ഥം മനസ്സിലാക്കുന്നതിന് പകരം സർഫസ് ലെവൽ എന്ത് വായിച്ചു വളരെ പെട്ടെന്നൊരു കൺക്ലൂഷൻ എത്തുകയാണ്. അത് തിരുവെഴുത്തിനോടുള്ള ശരിയായ സമീപനമല്ല. അങ്ങനെ ഒരാൾ വിശുദ്ധ തിരുവെഴുത്തുകളെ സമീപിക്കുന്നതായിട്ട് കാണുമ്പോൾ ആ ആളിനെ നമ്മൾ ശാന്തമായി വിളിച്ച് മാറ്റി അദ്ദേഹത്തോട്ട് പല കാര്യങ്ങളും സംസാരിച്ച് ഈ ഭാഗത്തെ കൊണ്ടുവന്നിട്ട് പറയണത് ഇത് ദൈവവചനമാണ്, ബൈബിളാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്, അതിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്താണ്, അത് നമുക്കെങ്ങനെ ആപ്ലിക്കബിൾ ആകും? ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്യങ്ങളും എനിക്ക് ആപ്ലിക്കബിൾ അല്ല. എല്ലാ വാക്യങ്ങളും എനിക്ക് ആപ്ലിക്കബിൾ അല്ല. ഞാൻ സാധാരണ ഈ ചർച്ചസിൽ പ്രസംഗിക്കുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും 10 കൽപ്പന അനുസരിക്കുന്നതിനാണ്. എല്ലാവരും കേൾക്കും ഞങ്ങൾ 10 കൽപ്പന അനുസരിക്കുന്ന. ഞാൻ പറയുന്നത് ഞാൻ 10 കൽപ്പന അനുസരിക്കുന്ന ആളല്ല. ആൾക്കാർക്ക് പെട്ടെന്ന് ഷോക്ക്, 10 കൽപ്പന പോലും അനുസരിക്കാതെ തന്നു ഇവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ 10 കൽപ്പന അനുസരിക്കുന്നില്ല. കാര്യം 10 കൽപ്പനയിൽ ഒന്നാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. ഞാൻ ശബത്ത് ആചരിക്കുന്നില്ല, അപ്പം ഞാൻ 10 കൽപ്പന ആചരിക്കുന്നില്ലല്ലോ, അല്ലേ? സർഫസിൽ കണ്ടിട്ട് പെട്ടെന്ന് കയറി ഒരു നിഗമനത്തിലെത്തുക.
അപ്പം ഞാൻ കുഞ്ഞായിരുന്നപ്പം വീട്ടിൽ ഒരുപാട് പല്ലിയുണ്ട്. എനിക്കിതിനെ കാണുന്ന ദേഷ്യമാണ്. എൻ്റെ കണ്ണുകൊണ്ട് വന്ന് ഇതിനെ തല്ലി ഓടിക്കും. അമ്മ പറയും, മോനെ ചെയ്യരുത്, കാരണം പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെ? സദൃശവാക്യത്തിൽ. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പല്ലിയെ കൈകൊണ്ട് പിടിക്കാം, എങ്കിലും അത് രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ അരമനകളിലും വസിക്കുന്നു Yes. എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പിടിക്കത്തക്ക അത്ര Access. എളുപ്പമുള്ളൊരു കാര്യമാണ് പല്ലി എന്ന് പറയുന്നത്. നമുക്ക് വലിയ ആയുധശേഖരമൊന്നും വേണ്ട പല്ലി ആക്രമിക്കാൻ. പക്ഷെ എന്നിട്ട് രാജാക്കന്മാരുടെ അരമനയിൽ അത് വസിക്കുന്നില്ലേ? അതിൻ്റെ ആരും കൊല്ലുന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പല്ലിയെ കൈകൊണ്ട് പിടിക്കണമെന്നാണോ? അല്ല, അതൊരു പോയിസണസ് ക്രീച്ചറാ. നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിനകത്തൊരു പല്ലി വീഴട്ടെ, ആ പാല് കുടിച്ച ആൾ തട്ടിപ്പോവും. ഇറ്റ്സ് എ പോയിസണസ് ക്രീച്ചർ Yes. അല്ലേ? അപ്പം പല്ലിയെ കൊണ്ട് പിടിക്കാമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പല്ലിയെ കൊണ്ട് പിടിക്കണമെന്നാണോ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്? അല്ലോ. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകളായതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മാത്രമേ അത് വായിച്ചിട്ട് അതിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളാവൂ. നമ്മളതിൽ പാഠം ഉൾക്കൊള്ളാവൂ. അങ്ങനെ വരുമ്പോൾ ചില തിരുവെഴുത്തുകൾ ഈസിയാണ്. ഈസി, ഒരൊറ്റ റീഡിങ്ങിൽ കാര്യം തീർന്നു. ഒറ്റ റീഡിങ് കാര്യം തീർന്നു. വളരെ ലളിതമാണ്. പക്ഷെ ചില തിരുവെഴുത്തുകളുടെ പിന്നിലോ ആഴമേറിയ ആശയങ്ങളുണ്ട്. ചിലത് എനിക്ക് ആപ്ലിക്കബിളേ അല്ല. എനിക്ക് ആപ്ലിക്കബിൾ അല്ല. നോ, ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ടു മീ. എനിക്ക് ആപ്ലിക്കബിൾ അല്ലാത്ത എത്രയോ തിരുവെഴുത്തുകളുണ്ട്. തിരുവെഴുത്തുണ്ട്. അപ്പം അതെനിക്ക് ആപ്ലിക്കബിൾ അല്ല. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വേർതിരിച്ച് മാത്രമേ നിങ്ങൾ തിരുവെഴുത്തുകളെ സമീപിക്കാവൂ എന്നുള്ള പാഠമാണ് നമ്മൾ ഇതിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട്? ഇപ്പം എക്ലീസിയാസ്റ്റിക്സിൻ്റെ കാര്യം പറഞ്ഞു. ഏത് പുസ്തകമാണെങ്കിലും, ബീറ്റ് എനി ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നൊരു പാഠം നമുക്കുണ്ടോ എന്ന് തീരുമാനിക്കാവും. രണ്ട്, ആപ്ലിക്കേഷൻ. എവിടെ ആപ്ലിക്കബിൾ ആകണം, ഇതും തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് അത്ര നിസ്സാരമായ കാര്യമല്ലിത്. ഇപ്പം ഈ എല്ലാം മനസ്സിലാകുന്ന ഒരു സ്റ്റേജിൽ നിന്നും ഒന്നും മനസ്സിലാകാത്ത ഒരു സ്റ്റേജിലെത്തി പിന്നെ എല്ലാം പൊരുൾ തിരിഞ്ഞു വരുന്ന ഒരു സ്റ്റേജാണ് ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, ക്രിസ്ത്യാനിയുമല്ല, യേശുക്രിസ്തുവിനെ കേട്ടില്ല, വിശുദ്ധ തിരുവെഴുത്തുകൾ വായിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ദൈവം തന്നെ പറ്റിയുള്ള വലിയ പരിജ്ഞാനം ഇയാൾക്ക് പകർന്നു കൊടുക്കുക. പാപബോധം ഉണ്ടാകുന്നു, രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നു, അയാൾ പെട്ടെന്ന് കർത്താവിനോട് വിളിച്ച് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവം ഇതിലാത്തിയിരുന്നു. പിന്നെ അതിൻ്റെ പേജുകൾ ഓരോന്ന് വായിച്ച് വരുന്തോറും ദൈവശബ്ദം കേൾക്കുക. അങ്ങനെ വളർന്ന് ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പം പിന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. 100% കൺഫ്യൂഷൻ്റെ ഒരു സ്റ്റേജ് എത്തും. 100% കൺഫ്യൂഷൻ സ്റ്റേജിൽ എത്തും. ഈ കൺഫ്യൂഷൻ സ്റ്റേജിലെത്തിയ ശേഷം വീണ്ടും തിരുവെഴുത്ത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാകാത്ത ഓരോന്നും പൊരുൾ തിരിഞ്ഞ് വരും. അവിടെയാണ് പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത്. ഇതാണ് സാധാരണ ദൈവവൈതല് തിരുവെഴുത്തുകൾ പൊരുൾ തിരിച്ച് പഠിക്കുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഈ എക്ലീസിയാസ്റ്റിക്സ് പഠിക്കുമ്പോൾ ചെയ്യേണ്ടത്.
ഒന്നാദ്യം നമ്മൾ വായിച്ചു, നമുക്കെല്ലാം മനസ്സിലായി, ഉം. എല്ലാം മനസ്സിലായി, ഒരു കുഴപ്പമില്ല. വെയിറ്റ്. കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ അതിനോട് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഉം. അതിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ രസകരമായ ഒരു വാക്യത്തിൽ ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത്, 1000 പേരിൽ ഞാനൊരു പുരുഷനെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടില്ല. കണ്ടില്ലതാണ്. ഉം. ഈ വാക്യം എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ഉം. കാരണം അതൊരു ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് ഈവൻ ടു മൈ മദർ. ഉം. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അമ്മ ആരാ? ഒരു യോഗ്യതയില്ലാത്ത, ഒരു വിവരമില്ലാതിരുന്ന ഒരു സ്ത്രീ എന്നല്ലേ വരത്തുള്ളൂ, അത്രേ ഉള്ളൂ. ഉം. അല്ലേ? 1000 പേരിൽ ഒരു കൊള്ളാവുന്ന ട്രസ്റ്റ് വർത്തി റിലയബിളായ ഒരു സ്ത്രീയെ കണ്ടില്ല കണ്ടില്ല. എന്ന് പറയുന്നത് എത്രയോ ഷോമനിസ്റ്റിക് റിമാർക്കാണ്. ഉം. രണ്ട്, ദൈവത്തിൻ്റെ ക്രിയേറ്റീവ് പർപ്പസിനോടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ അത്? അതെ. അപ്പോൾ 1000 എണ്ണത്തിൽ എടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞത് കിട്ടത്തില്ല. അങ്ങനെയാണ് ദൈവം ഈ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉം. 1000 സ്ത്രീകളെടുത്ത് അതിനകത്ത് കൊള്ളാവുന്ന ഒരെണ്ണമില്ലെന്ന്. ഇത് ആരുടെ സൃഷ്ടിയാ? ദൈവത്തിന്റെ സൃഷ്ടി. ഉം. അപ്പോൾ സൃഷ്ടികർത്താവിൻ്റെ ഉം. ആ സൃഷ്ടിക്കാനുള്ള തൻ്റെ ക്രിയേറ്റീവ് വിസ്ഡത്തിനോടുള്ള ഒരു റിബല്ലിയസ് റിമാർക്കാണത്, Yes. അല്ലേ? റിബല്ലിയസ് റിമാർക്കാണത്. ഇപ്പം തീർച്ചയായും. മോൻ വലിയ കാര്യത്തിൽ നല്ലൊരു ഡിഷ് ഉണ്ടാക്കി, ഉം. നല്ല ഒന്നാന്തരം ഒരു പിന്നെ എന്തുവാ, ഒരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ഉം. വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോൾ ഒരാൾ ഛേ എന്തൊരു കാശിനുള്ള ഉം. എന്ന് പറഞ്ഞാൽ ആരോടുള്ള ഡിസ്ഗ്രേസ് ആണത്? ആ ചിക്കൻ സ്റ്റ്യൂവിനോടുള്ള ഡിസ്ഗ്രേസ് അല്ല, ഉണ്ടാക്കിയ നമ്മളോട് ഡിസ്ഗ്രേസ് ആണ്, Yes. അല്ലേ? 1000 പുരുഷന്മാർ, 1000 സ്ത്രീകളിൽ ഞാൻ ഒരു കൊള്ളാവുന്ന ഒരു സ്ത്രീയെ കണ്ടെത്തില്ലെന്ന് പറഞ്ഞാൽ ഇത് ആരെയാണ് ഡിസ്ഗ്രേസ് ചെയ്യുന്നത് അവിടെ, സൃഷ്ടാവിനെ. ഉം. അല്ലേ? അതെ. അപ്പം ഇങ്ങനൊക്കെ പൊരുൾ തിരിച്ച് നമ്മൾ ചിന്തിക്കണം, എങ്കിലേ നമ്മൾ വിസ്ഡം ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത്. ആ ബാക്ക്ഗ്രൗണ്ടും തിരിച്ചു കൊണ്ടുവരായിരുന്നു. ഇനിയും ശലോമോൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം, ഉം. ശലോമോൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം കൂടാണ് ഇന്നിപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഇന്നർ സെൻസിൽ ഉം. ഈ എക്ലീസിയാസ്റ്റിക്സ് എന്ന പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ ഉം. നമ്മൾ ഏതെല്ലാം ലെവലിലെടുക്കാം, ഉം. അതിൽ വിസ്ഡം ലെവലിലെടുക്കാവുന്ന ഏതുണ്ട്, ഉം. 1, 2 സ്പിരിച്വൽ ഇൻസ്പിരേഷനിൽ എടുക്കാവുന്നത് ഏതുണ്ട്? ഏതൊക്കെയുണ്ട്, 3 നോളജ് ലെവലിൽ എടുക്കാവുന്നത് ഏതൊക്കെയുണ്ട്, 4 ഇൻഫർമേഷൻ ലെവലിൽ എടുക്കാവുന്ന ഏതൊക്കെ? ഏതൊക്കെയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഉം. ആ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യം കേട്ടോണം. ഉം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ഉം. ഈ ചുറ്റുപാടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉം. ഗാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ, അല്ലേ? ഉം. ഇൻഫർമേഷൻ ഗാദർ ചെയ്യുക. ഈ കുറച്ചു നേരം കണ്ടു കഴിയുമ്പോൾ ഇത് പരിചയമുള്ള ഒരാളെ, അമ്മയെന്നൊന്നും അറിയത്തില്ല. ഫെമിലിയർ ഫേസ്. ഉം. പിന്നെ നമ്മൾ പറഞ്ഞ അമ്മ പറഞ്ഞ് അമ്മയായി. ഉം. ഇവരെങ്ങനെ അമ്മയാന്ന് കുഞ്ഞിനറിയാമോ? ഡാഡി 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 തോന്നി ഇപ്പോൾ ഡാഡി. ഇയാൾ എങ്ങനെ ഡാഡിയായത് ഉം. അറിയത്തില്ല, ഉം. അല്ലേ? കുഞ്ഞവൻ്റെ നോളജ്, അവൻ്റെ ഇൻഫർമേഷൻ്റെ വേൾഡിൽ നിൽക്കുക. ഉം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇൻഫർമേഷനെ ഒരു റാഷണലായിട്ട് അനലൈസ് ചെയ്യാൻ, ഓർഡർ ചെയ്യാൻ പഠിച്ചു. ഉം. ഇൻഫർമേഷനിൽ ഒരു റാഷണൽ ലെവലുണ്ടായി. ഉം. ഇൻഫർമേഷനിൽ റാഷണാലിറ്റി ഉണ്ടായപ്പം ഹീ സ്റ്റാർട്ടഡ് ഓർഗനൈസിങ് ഇൻഫർമേഷൻ ഓൺ എ സയൻറ്റിഫിക് വേ. ഉം. ഒരു സയൻറ്റിഫിക് വേയിൽ ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ഉം. ആ സയൻറ്റിഫിക്കലി ഓർഗനൈസ്ഡ് ഇൻഫർമേഷനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. ഉം. ഓക്കെ. വാട്ട് ഈസ് നോളജ്? ഉം. സയൻറ്റിഫിക്കലി ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ, അത് നോളജ്. ദാറ്റ്സ് നോളജ്. അങ്ങനെ ആകുന്നില്ലെങ്കിലോ ഇതൊന്ന് ഇൻഫർമേഷൻ ആയിട്ടിരിക്കും. ഉം. അതായത് ഒരു പ്രായമാകുമ്പം ഈ
സ്ത്രീ എങ്ങനെ അമ്മയായത്, ഉം. ഇയാളെങ്ങനെ ഡാഡിയായത്, മറ്റേ എങ്ങനെ ചേട്ടനായത്, ചേച്ചിയായത്, വല്യപ്പച്ചനായതെന്നുള്ളത് മനസ്സിലാകുന്നു. മനസ്സിലായി. ഉം. ചെറുക്ക് മനസ്സിലാകുമോ? ഇല്ല. മന്ദബുദ്ധിയോ? മനസ്സിലാകത്തില്ല ഒരിക്കലും. ഉം. മന്ദബുദ്ധിയിൽ കുറേ ഇൻഫർമേഷനേ ഉള്ളൂ. ഉം. എന്തില്ല? അത് Knowledge. നോളജായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. ഉം. ഈ നോളജ് കൊണ്ട് അയാളുടെ ലൈഫ് ഓർഗനൈസ് ചെയ്യുന്നു. ഉം. അമ്മയാണ്, അമ്മയോട് എങ്ങനെ പെരുമാറണം, ഡാഡിയോട് എങ്ങനെ പെരുമാറണം, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് സിബിലിങ്സിനോട് എങ്ങനെ പെരുമാറണം, ഉം. തനിക്ക് ലഭിച്ച നോളജിൻ്റെ ബേസിൽ തൻ്റെ ലൈഫ് താന് ഓർഗനൈസ് ചെയ്യുന്നു. അപ്പം ഇപ്പം ഈ സയൻറ്റിഫിക്കലി ഓർഗനൈസ്ഡ് ലൈഫ് ഉം. ഓൺ ദ ബേസ് ഓഫ് നോളജ്. ഉം. ഉം. ഇൻഫർമേഷൻ ഫസ്റ്റ് ലെവൽ, First. സെക്കൻഡ് ലെവൽ Next is നോളജ്. knowledge. ഉം. ആ നോളജിനെ സയൻറ്റിഫിക്കായിട്ട് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി, ഉപയോഗിക്കുന്നതിന് വേണ്ടി, ലൈഫ് ഓർഡർ ചെയ്യാൻ ഉം. അവിടെ വിസ്ഡം ഉണ്ടാകത്തുള്ളൂ. Yes. സോ വിസ്ഡം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി ഓർഗനൈസ്ഡ് ലൈഫാണ്. Yes. സയൻറ്റിഫിക്കലി ഓർഗനൈസ്ഡ് ലൈഫാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് വിസ്ഡം ഇല്ലാത്ത മൃഗങ്ങൾക്ക് നോളജ് ഉണ്ട്? ഉം. വിസ്ഡം ഇല്ല. കാര്യം എന്താ? It's സയൻറ്റിഫിക്കലി not ഓർഗനൈസ്ഡ് അല്ല അവരുടെ organized. ഉം. അല്ലേ? ഉം. അപ്പം ഈ പ്രോസസ്സ് നമ്മൾ, ഈ സ്റ്റഡി പ്രോസസ്സ് നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കൊണ്ടുവരണം. ഉം. അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഇൻഫർമേഷൻ എല്ലാം ഗാദർ ചെയ്തു. ഉം. ആ Audit. ഗാദർ ചെയ്ത ഇൻഫർമേഷനെ സയൻറ്റിഫിക്കായിട്ട് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്തു. ഉം. അപ്പോൾ അത് നോളജായിട്ട് മാറി. ഇനി ഇത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണോ അല്ലയോ? ഉം. അല്ലേ? അതെ. നീ അതിഭക്തനായിരിക്കരുത്, ഭക്തി ഇല്ലാത്തവനായിരിക്കരുത്, ഉം. ഭോഷനും ആകരുത്, നീതിമാൻ. അതിബുദ്ധിമാനും ആകരുത് ഉം. എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റുമോ? ഉം. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായി? ഉം. വിസ്ഡം ഉണ്ടായി. Wisdom ഉണ്ടായി. ദാറ്റ് ഇസ് എ പർപ്പസ്. ഉം. ഇപ്പം നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത്, ഉം. തിരുവെഴുത്തിന്റെ പർപ്പസ് എന്തുവാ? ഉം. നിനക്ക് വിസ്ഡം ഏൺ ചെയ്യാനാണ്. Okay. വിസ്ഡം ഏൺ ചെയ്യില്ലെങ്കിൽ ഫൈനൽ സാൽവേഷൻ നഷ്ടമാകും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉം. വിസ്ഡം ഇല്ലെങ്കിൽ, മിനിമം ലെവൽ ഓഫ് വിസ്ഡം ഇല്ലെങ്കിൽ ഫൈനൽ സാൽവേഷൻ ഈസ് ലോസ്റ്റ്. Lost. ഉം. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്? നമ്മൾ വിസ്ഡം ഡെവലപ്പ് ചെയ്യാനാണ്. ഉം. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഭയങ്കര വകതിരി ഉണ്ടാകുന്നു. ഉം. ഏത് എടുക്കണം, ഏത് എടുക്കണ്ട, ഉം. ഏത് എങ്ങനെ എടുത്തേച്ചാൽ മതി, എങ്ങനെ എടുക്കരുത്, ഉം. ഏതിൻ്റെ അർത്ഥം എന്താണ്, എന്തല്ല. ഉം. ബൈബിൾ പറഞ്ഞിരിക്കുന്നു, ഉം. ബൈബിൾ പറഞ്ഞിരിക്കുന്നു, ബൈബിൾ പറഞ്ഞിരിക്കുന്നു. അതൊരു വളരെ ബാലിശമായ ഒരു ഉം. വേദപുസ്തകത്തിലുള്ള ബാലിശമായ ഒരു സമീപനമാണ്. ഉം. ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് അപ്രോച്ച് ടു ദ വേർഡ് ഓഫ് ഗോഡ്. Yes. അപ്പം നമ്മൾ ആ ശലോമോനിലേക്ക് വന്ന് ഈ ഭാഗം ഞാനിപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാം. Okay. അപ്പം ശലോമോന് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഒന്ന്, ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് ഒരുപാട് അറിവ് വേണം. അറിവിന് വേണ്ടി നോളജിന് വേണ്ടി ഉം. നോളജിന് വേണ്ടി ഇദ്ദേഹം കളക്ട് ചെയ്യാവുന്ന പുസ്തകങ്ങൾ മുഴുവനും കളക്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് നിന്നാണ്? ഈജിപ്തിൽ നിന്നാണ്. ഉം. ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് ഈജിപ്തിൽ നിന്നാണ്. അപ്പം ഈജിപ്തിൽ നിന്നുള്ള പുസ്തകങ്ങൾ എഴുതിയത് ആരാ? ഈജിപ്തിൽ നിന്നുള്ള പുസ്തകങ്ങൾ എഴുതുന്നത് സെക്യുലർ സ്കോളേഴ്സാണ്. ഉം. ഈജിപ്തിലുള്ള പുസ്തകങ്ങൾ എഴുതുന്ന മുഴുവനും Secular സെക്യുലർ scholars. സ്കോളേഴ്സാണ്. തീർച്ചയായിട്ടും അവരാരല്ല? They- ഭക്തന്മാരല്ല. ഉം. രണ്ട്, അവർ സ്പിരിച്വലി ഇൻസ്പയർഡായ ആളുകളല്ല. Okay. ഉം. ദേ ആർ നോട്ട് സ്പിരിച്വലി ഇൻസ്പയർഡ് പീപ്പിൾ. ഉം. അപ്പം അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഉം. അതിഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നത് ഏദോം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഉം. ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം ഫേസ് ചെയ്യുന്നതാണ് ഏദോമിനെ.
ഓക്കെ. ഉം, ഉം, ഏതോംബര് സെയീർ പർവ്വതത്തിൽ താമസിക്കുന്നവരാണ്. ഉം. അപ്പോൾ ഏതോംബര് പ്രത്യേകം ഇപ്പം നമ്മളിപ്പം കേരളത്തിലെ പെൺപിള്ളേരാണ് ഏറ്റവും നല്ല നേഴ്സുമാർ ലോകം മുഴുവൻ. അതെ. ഉം. കേരളത്തിൽ എങ്ങും അഡ്മിഷൻ കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ അവസാനം ബാംഗ്ലൂർ വരും. അവിടെ അതെ. ഒരു പെട്ടിക്കട പോലെ വെച്ചിരിക്കുകയാണ് നേഴ്സിംഗ് സ്കൂൾ. ഇഷ്ടം പോലെ. ഉം, സർട്ടിഫിക്കറ്റ് എടുക്കുക, എവിടെയും പോവുക. അപ്പം കേരള ഗേൾസ് ആർ ഫേമസ് ആസ് ഗുഡ് നേഴ്സസ് വേൾഡ് ഓൾ ഓവർ. ഉം. ഇതുപോലെ ഈ ഏതോ. പിന്നെ ഏതമൈറ്റ്സ് എന്ന് പറയുന്നത് ആ കാലത്ത് നമ്മൾ ഏത് കാലത്ത് കൂട്ടണം? ശലോമോൻ 500 വർഷം മുമ്പ്, ഓക്കെ. ഉം. 100 years ബിഫോർ സോളമൻ. ബാക്ക്. ഉം, അവര് വിഷണറീസ്, വൈസ്മെൻ ഉണ്ടായിരുന്നു. ഉം, ഏതും നിറച്ച് വൈസ്മെൻ ആണ്. ഉം. അപ്പൊ ജ്ഞാനികൾ. ഏത് കാര്യത്തെ പറ്റി ഒരു വിസ്ഡം അനാലിസിസ് ചെയ്ത് ഉം, പ്രോസസ് ആൻഡ് കോസസ്, ഈ കോൺസിക്വൻസസ് എഴുതി പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ മിടുക്കരായിരുന്നു. ആര്? ഏതോ. ഏതോമ്യരുടെ. ഏതോം വാസ് വെരി 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 ഉം, പ്രൗഡ് ഓഫ് ദിയർ വൈസ്മെൻ. ഉം. ഇവരുടെ റൈറ്റിങ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈജിപ്റ്റ്. ഉം. ഇത് ഏത് നോളജാ? അവരിൽ വ്യാപരിച്ചത് പരിശുദ്ധാത്മാവാണോ? അല്ല. അവർ വേൾഡ്. വ്യാപരിച്ച പരിശുദ്ധാത്മാവല്ല. അവർക്ക് നല്ല നോളജ് ഉണ്ട്. ഉം, നല്ല നോളജ് ഉണ്ട്. ആ നോളജ് അനുസരിച്ച് അവർക്ക് ആവശ്യമായ ലൈഫ് ഉം, ബിൽഡപ്പ് ചെയ്തു, ഓർഗനൈസ് ചെയ്തു. ഉം. അപ്പം നമുക്കിപ്പോൾ 2 തരം ലൈഫ് ഉണ്ട് മാം. ഒന്ന് നമുക്ക് ആവശ്യമായ ലൈഫ്, ഉം. മറ്റു കർത്താവിന് ആവശ്യമായ ലൈഫ്. അതെ. ഉം. ഇപ്പം ഞാനൊരു റിട്ടയർഡ് പേഴ്സണാണ്. മാം, യു ആർ ഓൾസോ റിട്ടയർഡ്. യെസ്. നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് പെൻഷൻ കൊണ്ട് അതെ. ഭക്ഷണം കഴിച്ച് വീട്ടിലിരിക്കാം, അല്ലേ? അതെ. നമ്മുടെ ലൈഫ് എന്തിനാ ഈ പണി ചെയ്യുന്നത്? ഉം, ഇതേ ലൈഫ് കർത്താവിന് യൂസ്ഫുൾ ആകുന്നതിന്, ഉം. അല്ലേ? അതെ. അപ്പോൾ ഏഡമൈറ്റ്സ് വിസ്ഡം എന്തിനുള്ളതാണ്? അവരുടെ ലോകജ്ഞാനം. ലൈഫ് ചെയ്യാനുള്ളതാണ്. ഏത് ലൈഫിനുള്ളതല്ല? ദൈവരാജ്യത്തിൽ. കർത്താവ് ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ആ ലൈഫ് ബിൽഡ് ചെയ്യാനുള്ളതല്ല. ഉം, അപ്പം ആ വിസ്ഡം അവരെഴുതി ഈജിപ്തിൽ കീപ്പ് ചെയ്തു. ഉം, അതാണ് ഈജിപ്ഷ്യൻസ് നോളജായിട്ട് പിന്നെ അറിയപ്പെടുന്നത്. ഉം. ഈ ഈജിപ്ഷ്യൻസ് നോളജിനെ ആരെടുത്തുകൊണ്ട് വന്നു? ചെലവ്. ശലോമോന്റെ ആൾക്കാർ കാശ് കൊടുത്ത് മേടിച്ചിട്ട് പൈസ ഉണ്ടല്ലോ, ഉം, മേടിച്ചുകൊണ്ട് വന്നു. ഉം. ഇതെല്ലാം ശലോമോൻ വായിച്ചു. പുള്ളിക്ക് മനസ്സിലായി തീരത്തില്ല. ഉം. ഇങ്ങനെയാണ് ഇനി പുസ്തകങ്ങൾ എഴുതിയിട്ടോട്ട് കാര്യമില്ല. ഉം. അപ്പം ഞാൻ ഇതൊക്കെ പറയുമ്പം വേദപുസ്തകത്തിലെ ഒരു പുസ്തകത്തിനെ പറ്റി ഞാൻ സംസാരിക്കുന്നുള്ള നല്ല ബോധത്തോടെ പറയുന്നത്. അതെ. അതെ. ഈ പുസ്തകത്തിൽ ശലോമോൻ വിസ്ഡം എന്ന പേരിൽ കുത്തി നിറച്ചു വെച്ചിരിക്കുന്നത് ഉം, നല്ല ഭാഗവും പരിശുദ്ധാത്മ ഇൻസ്പിരേഷൻ അല്ല, ഉം. മറിച്ച് ആ കാലത്ത് നിലവിൽ നിന്ന കോമൺ വൈസ് മാൻസ് സെയിങ് ആണ്. ഉം, ആ കാലത്ത് നിലനിന്ന കോമൺ വൈസ് മാൻ സെയിങ് ആണ്. ആ കാലത്ത് ബുദ്ധിമാന്മാരെന്നറിയപ്പെട്ട ആളുകൾ എഴുതി വെച്ച അറിയില്ല. അവരുടെ ജ്ഞാനത്തിൽ. ബൗദ്ധിക ചിന്തകൾ എഴുതി വെച്ചതാ. ഉം, അതിനേക്കാൾ അതും കൂടി പുരോഗതി വന്നു സോക്രട്ടീസിന്റെ കാലമായപ്പോഴത്തേക്ക്, ഉം. ഗ്രീസിലെ സോക്രട്ടീസ് ആയപ്പോഴത്തേക്ക് ഉം, എവിടെ വരെ എത്തി? ഉം, ഭയങ്കരമല്ലേ? ഉം. അപ്പം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചേക്കാം, എന്നാ പിന്നെ കുഴപ്പമില്ല ബാബു സാറെ, നമുക്ക് ഉപയോഗിക്കാമല്ലോ, ഉം. നമുക്കത് ഉപയോഗിക്കാമല്ലോ. പക്ഷേ ഈ വിസ്ഡത്തിന് ഒരു അപകടമുണ്ട്. ഇത് അപകടം എന്താണെന്നറിയാനത്തെ, ഉം, ഇത് നമ്മൾ അറിയാതെ ഉം. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്നു. ഓക്കെ. ആ. നമ്മൾ അറിയത്തില്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു എന്നറിയുമ്പോഴേക്ക് തിരിച്ച് നീന്തിയാൽ കരയ്ക്കടുക്കാൻ കഴിയാത്ത അത്ര ദൂരം നമ്മൾ തീരത്ത് പോയി. നിന്നാകുന്നു. ഭയങ്കര ഇന്റലക്ച്വൽ ജയന്റ് ആയിരുന്നല്ലോ സോക്രട്ടീസ്. ഉം, ഉം, ഇന്റലക്ച്വൽ ജയന്റ് ആയിരുന്നു സോക്രട്ടീസ്, ഉം, അല്ലേ? ഉം. സോക്രട്ടീസ് പറഞ്ഞു, ഡെത്ത് ഈസ് മൈ ഫ്രണ്ട്, ഉം. he released me,
from the ഉം, pains and problems of this life. ഉം. Death is my, Friend. oh, I welcome death. Because ഉം. death is my friend. He welcomes me. He releases me from the All pains the and troubles sufferings. of the ഈ ലോകത്തിന്റെ വേദനയിൽ നിന്നും ഭാരങ്ങളിൽ നിന്നൊക്കെ എന്നെ വിടിവിക്കുന്ന വിമുക്തനാക്കുന്ന എൻ്റെ സ്നേഹിതനാണ് ആര്? മരണം. മരണം. ഓ, എന്തോ ഫിലോസഫിയാ, എന്തൊരു ഫിലോസഫി. ഫിലോസഫിയാ. എന്നോട് ഞാൻ പറയും മണ്ടത്തരം, വിട്ടിത്തരം. ഉം, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, ബൈബിൾ അനുസരിച്ച് മരണം നമ്മുടെ ശത്രുവാണ്. ഉം, ഒടുക്കത്തെ ശത്രുവായി മരണവും നീങ്ങിപ്പോയി. ഉം, 2, ഈ ശത്രുവിനെ തോൽപ്പിക്കാണ് കർത്താവ് ജഡമെടുത്ത് വന്നത്. ഉം. ആണല്ലോ. അതെ. ഈ മരണം നമ്മുടെ സ്നേഹിതനാണെങ്കിൽ കർത്താവ് ജഡമെടുത്ത് വന്ന് മരണത്തെ തോൽപ്പിക്കേണ്ട ആവശ്യം എന്താ? ഉം, ദൈവത്തെ നമ്മൾ സ്വർഗത്തിലോട്ട് പോകുന്നുണ്ട്, ഈ സ്നേഹിതനെ കൊണ്ടാന്ന് പോകുന്നത്, അതോ ഹേ മരണമേ നിന്റെ ജയം എവിടെ നിന്ന് വെല്ലുവിളിച്ചുണ്ടെന്ന് പോകുന്നത്? ഉം. അപ്പൊ ഫിലോസഫിയിലെ ആ കുരുക്ക് മനസ്സിലായോ? ഉം. Am I clear? Yes, yes, yes. Very much. ഫിലോസഫിയിൽ കുരുക്കുണ്ടോ? ഇത് ഉം. പഠിച്ചു പോയപ്പോ നമ്മൾ എവിടെത്തി? നമ്മൾ ദൈവത്തിന്റെ അറിയാതെ ദൈവത്തിന്റെ ദൈവജനത്തിന് വിരുദ്ധമായ വേറൊരു തരത്ത് നമ്മൾ എത്തി. എത്തി. ഉം, ഈ എക്ലീസിയാസ്റ്റിക്സ് പഠിച്ചു പോയാലോ കുഴപ്പം എന്താ? ഉം. ഇത് ആരിൽ നിന്ന് പഠിച്ചതാ? ഇതിനകത്ത് ശലോമോൻ ഭക്തനായിരുന്ന ഒരു കാലമുണ്ട്. ഉം. ഏത്? ആലയം പ്രതിഷ്ഠിക്കുന്ന. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരിക്കൽ പറഞ്ഞല്ലോ. അതെ, അതെ. ശലോമോൻ ഭക്തനായിരുന്നൊരു കാലമുണ്ട്. ഓക്കെ. അന്ന് ഡിവൈൻ വിസ്ഡം ശലോമോന് കിട്ടിയിട്ട്, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെ ആത്മാവ് ലഭിച്ചിട്ട്, ആത്മാവിൽ പറയുകയും എഴുതുകയും ചെയ്ത കാര്യങ്ങളുണ്ട്. ദാറ്റ്സ് വൺ തിങ്. അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് മാത്രം പ്രാക്ടീസ് ചെയ്തൊരു കാലമുണ്ട്. അതെ, അതെ. ആ ഭക്ഷണത്തിന് പ്രാക്ടീസ് ചെയ്തിട്ട് അതിന്റെ അവസാനം വന്നെത്തിയതാണ് ഗ്രീക്ക് ഫിലോസഫിയിൽ. ഏതാ ഈ ഭക്ഷണത്തരം പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പം വന്നെത്തിയത് എന്താ? ഗ്രീക്ക് ഫിലോസഫി. ഫിലോസഫി. അപ്പൊ അതിനകത്തുനിന്ന് ഗ്രീക്ക് എന്ന് പറയുന്നതല്ലേ ശരി, ഈ നമുക്ക് ഈജിപ്ഷ്യൻ ഫിലോസഫി എന്ന് ഈജിപ്ഷ്യൻ പറയുന്നത്, ഫിലോസഫി. അതിനകത്തുനിന്ന് പുള്ളി കണ്ട കാര്യങ്ങൾ അന്നത്തെ ലോകത്തിൽ ജ്ഞാനികളെന്ന് പറഞ്ഞിരുന്ന ആളുകൾ, പറയപ്പെടുന്ന ആളുകൾ, എഴുതിയതും പറഞ്ഞതുമായ അവരുടെ സെയിങ്സ് മുഴുവൻ ഇദ്ദേഹത്തിന് പൈസ ഉണ്ടായിരുന്നുകൊണ്ട് പോയി കളക്ട് ചെയ്തു. അതുപോലെ കാശിരിക്കില്ലേ മാം, കളക്ട് ചെയ്തുകൊണ്ട് എന്തുകൂടെ കൊണ്ടുവന്നു? എരിശിലൂടെ കൊണ്ടുവന്നു. പിന്നെ ചുമ്മാ പൈസ ഇരിക്കല്ലോ, എഴുതി വെച്ചു. അല്ലെങ്കിൽ രാജാവില്ലേ, ആരെങ്കിലും എതിർക്കുമോ? ആരെങ്കിലും വന്നിട്ട് ശലോമോൻ ഇയാൾ എന്തോ എഴുതുന്നത്, സൂര്യന് കീഴിൽ കാണുന്നില്ല മായ മായ മായ, അതല്ല മായയാന്നു. ഇയാൾ എന്തോ എഴുതുന്നത് ആരെങ്കിലും ചോദിക്കും? കാരണം രാജാവാ, തലയും കെട്ടിയെടുത്താൽ ആരും ചോദിക്കത്തില്ല അല്ലേ? ഇപ്പൊ നമ്മൾ രണ്ടും കൂട്ടി ഇവിടെ ഇരുന്ന് പറയുന്ന ഓരോ വാക്കും ഇഞ്ചി വെച്ച അളന്നിരിക്കുക ആൾക്കാര് കേൾക്കുന്നില്ലേ? ഓരോ ഇഞ്ചി വെച്ച് അളക്കുക. എന്തിന്? നാളെ ഇത് ആരോ ചോദിക്കാൻ എന്തോ മണ്ടത്തിലാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്. അപ്പൊ നമുക്കൊരു വാക്ക് പറയുകയും എഴുതുകയും ചെയ്യണം, നമുക്ക് ഒത്തിരി സൂക്ഷിക്കണം. ശലോമോന്റെ ആവശ്യമുണ്ടോ? ശലോമോന് കച്ചവടം ആരും ചോദിക്കുമോ? ആരും ചോദിക്കത്തില്ല. അപ്പം the large source of Solomon's Ecclesiastics is not inspired word of God or the wisdom of God, but it is the wisdom of man or the wisdom of the world. അപ്പൊ ചോദ്യം എന്താണ് വിസ്ഡം ഓഫ് ദ വേൾഡ്? വിസ്ഡം ഓഫ് വേൾഡിന് എന്താ കുഴപ്പം? The knowledge of the world is absolute. Knowledge of the world is absolute. Absolute ആണ്, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ വിസ്ഡം ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്
ഉം. There are times it is applicable, there are times it is not applicable. ഓക്കെ. ഉം. ഞാനേതാ പറഞ്ഞു വന്നത്? വലിയ ജ്ഞാനിയാണ്, ഇന്റലക്ച്വൽ ജയന്റ് ആണല്ലോ സോക്രട്ടീസ്, അതെ അതെ. ആണല്ലോ. സോ ഡെത്ത് ഈസ് മൈ ഫ്രണ്ട് ഉം. എന്ന് പറയുമ്പോൾ അതെവിടെ നമ്മളെ എത്തിച്ചത്? നമ്മുടെ ലൈഫിൽ ആപ്ലിക്കബിൾ ആകാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഉം. ഒരു പേഴ്സൺ അത് അംഗീകരിക്കാൻ പറ്റുമോ? Yes. അത് അംഗീകരിച്ചാൽ പിന്നെ അവൻ ആരെയും അംഗീകരിക്കാൻ കഴിയത്തില്ല? യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഉം. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവും മരണവും ശത്രുക്കളാണ്. ഉം. ക്രിസ്തു ജീവന്റെ ഉറവിടം ഉം. അല്ലേ? ജീവന്റെ ഉറവിടമായ ക്രിസ്തു മരണത്തെയും പാതാളത്തെയും തന്റെ മരണത്താൽ തോൽപ്പിച്ചിട്ട് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു, ലഭിച്ചു. അല്ലേ? ഉം. അപ്പൊ ഈ ഫിലോസഫി നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും? ഈ ഓരോ ഫിലോസോഫിക്കൽ ടെർമിനോളജി ജാർഗന് നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും? ദൈവത്തിൽ നിന്നകറ്റും നമ്മളെ. ഇൻ ദ എൻഡ് ക്രിസ്ത്യാനിറ്റി വിഭാവന ചെയ്യുന്ന ആത്മീയ ദർശനങ്ങൾക്ക് വിരുദ്ധമായി വേറൊരു ദർശനങ്ങൾ നമ്മളെ എത്തിക്കുന്നു. That is the danger. I should say that's the great danger of Yes. blindly following what you see in the book of Ecclesiastes. എക്ലീസിയാസ്റ്റിക്സിൽ ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ പുറകെ പോകുമ്പം നമുക്കുണ്ടാകുന്ന അതിഭയങ്കരമായ തെറ്റാണിത്. ഈ വേൾഡ്ലി നോളജ്, വിസ്ഡം അത് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര മാരകമായ അപകടമൊന്നുമില്ല. ബട്ട് അതിൻ്റെ ബേസിൽ നിങ്ങൾ ലൈഫിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, നമ്മുടെ ചോദ്യം അവിടെ, നമ്മുടെ പ്രേക്ഷകർ നമുക്കൊന്ന് ചോദ്യം അതില്ലയോ? അതെ അതെ അല്ലേ? അതിബുദ്ധിമാനും നീതിമാനായി എന്നൊക്കെ പറയുന്നത് ലൈഫിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുക അതിൻ്റെ ബേസിൽ കേട്ടോ. അപ്പൊ അതാണ് അപകടം. പക്ഷെ ഇത് വലിയ മോഡേൺ തോട്ട്സ് ആണെന്ന് പറഞ്ഞ് ഫിലോസഫിക്കാർ പഠിപ്പിക്കും. ചിലവൻ പറയാം, ലുക്ക്, ഐ ഹാവ് ട്രൈഡ് ഇറ്റ് ഓൾ ആൻഡ് ഇറ്റ്സ് ഓൾ പോയിന്റ്ലെസ്. ചിലവൻ പറയാ, ഞാനിതെല്ലാം ശ്രമിച്ചു നോക്കി, ഇതിൽ 100 കാര്യമില്ല. Now you see, when you found real life, you can get joy out of all those things. ഇവിടെയാണ് ക്ലാസിക് ഡിഫറൻസ് വരുന്നത്. റിയൽ സോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു. അതാ ലൈഫ്. ആ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന മുഴുവൻ മീനിങ് ഫുള്ളാണ്. ആരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദ റിയൽ സോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാണ് എന്ന് പറഞ്ഞ് നമ്മൾ വാഴ്ത്തപ്പെട്ടവരുടെ കർത്താവായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കാണുന്ന മുഴുവൻ നോക്ക്. ഇറ്റ് ഹാസ് എ മീനിങ് ബിഹൈൻഡ് ഇറ്റ്. ഞാൻ പറഞ്ഞ ഉറുമ്പിനെ ദൈവം സൃഷ്ടിച്ചതിന് പിന്നിലും മീനിങ് ഉണ്ട്, മായയല്ല. വിഷപ്പാമ്പിന്റെ പിന്നിലും മീനിങ് ഉണ്ട്. കൊടുങ്കാറ്റിനും പ്രകൃതിക്ഷോഭത്തിനും പിന്നിൽ മീനിങ് ഉണ്ട്, അല്ലേ? ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് വോൾക്കനോസ് വേണം. ഇനവിറ്റബിൾ, എല്ലാം മീനിങ് ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാള് വോൾക്കനോസ് സൃഷ്ടിച്ച ദൈവം ക്രൂരനാണ്, കൊടുങ്കാറ്റടുപ്പിച്ച ദൈവം ക്രൂരനാണ്, മഴ പെയ്ച്ച ദൈവം ക്രൂരനാണ്, അല്ലേ? അപ്പൊ എവിടെയേ ലൈഫിൽ മീനിങ് കണ്ടെത്തിയുള്ളൂ? ദൈവവുമായിട്ട്, ജീവന്റെ ഉറവിടമായിട്ട് നമ്മളെ കണക്ട് ചെയ്യണം. ജീവന്റെ ഉറവിടമായിട്ട് നമ്മളെ കണക്ട് ചെയ്തിട്ട് വേൾഡ് ഓഫ് നേച്ചറിനൊക്കെ നോക്കണം.
എന്തിനർത്ഥമുണ്ട്? അർത്ഥമില്ലാത്ത ഒന്നും ഈ ഭൂമിയിലില്ല. ഇല്ല. ഉം. മീനിങ്ലെസ് ആയ മായയായ ഒന്നും ഈ ദൈവ ലോ- സൃഷ്ടിയിലില്ല. ഉം. ഒന്നുമില്ല. ഉം. മായയായ, പോയിന്റ്ലെസ് ആയ, മീനിങ്ലെസ് ആയ, ഉം. അർത്ഥമില്ലാത്ത, പർപ്പസ് ഇല്ലാത്ത ഒന്നും ഈ സൃഷ്ടിയിൽ ഇല്ല. ഉം. എപ്പോഴേ മനസ്സിലായുള്ളൂ? സൃഷ്ടാവുമായിട്ട് കണക്ട് ചെയ്തപ്പം, കണക്ട് ചെയ്തപ്പം. അല്ലേ? ശലോമോൻ സൂര്യന് കീഴിലുള്ള നോക്കിയപ്പോൾ ഒരർത്ഥവുമില്ല. അതെ. അതിന് ചില മേലെ. ദിവസം പുള്ളി മേപ്പോട്ട് നോക്കി, മേലോട്ട് നോക്കി, നോക്കിയപ്പോൾ കണ്ടതിനെല്ലാം അർത്ഥമുണ്ട്. ഉം. ഇപ്പം ഈ എക്ലീസിയാസ് 2-ാം അധ്യായം ആകുമ്പോഴത്തേക്ക് വരികയാണത്. ശരിക്കും പറഞ്ഞാൽ അത് 3-ാം അധ്യായമാണ്. ഉം. ഈ ചാപ്റ്റർ ഡിവിഷന്റെ പ്രോബ്ലമാണത്. ഓക്കെ. ഉം. ഏ തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ അറിവും ജ്ഞാനവും സന്തോഷവും കൊടുക്കുന്നു. ഉം. തനിക്ക് പ്രസാദമുള്ള മനുഷ്യൻ ദൈവം എന്ത് ചെയ്യുന്നു? അറിവ് കൊടുക്കുന്നു, അറിവ് ജ്ഞാനവും കൊടുക്കുന്നു. ഉം. ജ്ഞാനവും കൊടുക്കും, എന്തെന്ത് കൊടുക്കുന്നു? സന്തോഷം കൊടുക്കുന്നു. ഉം. ഇനി ദുഷ്ടനോ അല്ലെ പാപിക്കോ ഉം. തനിക്ക് പ്രസാദമുള്ള മനുഷ്യനെ അനുഭവിക്കേണ്ടതിന് സമ്പത്ത് ഉണ്ടാക്കുന്നതിനുള്ള വേദനയും കൊടുത്തിരിക്കുന്നു. ഉം. ഏതെങ്കിലും പാവി ഇന്ന് വരെ എനിക്ക് ആവശ്യത്തിന് പൈസ, ഇനി ഞാൻ പൈസ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദൈവമേ, കോടീശ്വരൻ ഉപ്പ് കൂട്ടി കഞ്ഞി കുടിക്കത്തില്ല, കാര്യം ഉപ്പിന് പൈസയാകും. അതെ. അത്യാഗ്രഹം. യെസ്. കുടിക്കത്തില്ല. അവൻ്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. സന്തോഷം എന്തെന്നറിയാം? അവന് 15 കോടിയുണ്ട്, ചില്ലുവാനുമുണ്ട്. 16 കോടി, അതിനൊരു 100 രൂപയുടെ കുറവുണ്ട്. ആ അതാണ് 100 രൂപ എവിടെ കണ്ടുപിടിക്കുന്നു? പ്രയാസം ചിന്തയില്ല. അതെ. അതെ. ഇല്ലേ? ഉം. അവനെന്തോ സന്തോഷം ബോധിരിക്കുന്നത്? ഉം. അവന് കഴിച്ചാൽ തൃപ്തിയാകുമോ? ഉം. തൃപ്തിയാകത്തില്ലല്ലോ. അപ്പം എനിക്ക് സാധാരണ ഒരു ചമ്മന്തി, മുട്ട പൊരിച്ചതും ചിലപ്പോൾ ഇച്ചിരി മോരും കൂടെ ഉള്ളൂ ഊണിന് ഉം. വീട്ടിൽ. ഒന്നാമത് എനിക്ക് എൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ ഹാപ്പി, സാറ്റിസ്ഫൈ. അപ്പം ഉം. മൈ വൈഫ് വിൽ ആസ്ക് മീ, ആർ യു ഹാപ്പി? മോർ ദാൻ ഹാപ്പി, മോർ ദാൻ സാറ്റിസ്ഫൈഡ്. യെസ്. എൻ്റെ ദൈവമേ, ചില കക്ഷികളുടെ തീറ്റ ഉണ്ടല്ലോ, 150 കൂട്ടം ഐറ്റംസ് കൊണ്ടുവച്ച് ഇവൻ 2 കൈ കൊണ്ട് ഇടത് കൈ പപ്പടം ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുക. ആ. അവന് ഇൻ ദി എൻഡ് ഈസ് ഹി സാറ്റിസ്ഫൈഡ്? നോട്ട് ഉം. സാറ്റിസ്ഫൈഡ്, നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മൾ ഇനിയും നമ്മുടെ അബ്സല്യൂട്ട് കൺക്ലൂഷൻ എന്ന വിഷയത്തിലേക്ക് വരികയാണ്. ഉം. ശലോമോൻ്റെ നോളജ്. ശലോമോൻ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയപ്പോഴും, 2, സൂര്യന് കീഴിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയപ്പോഴും, ദൈവം ജീവന്റെ ഉറവിടമായി ദൈവമായിട്ട് ഡിസ്കണക്റ്റഡ് ആയപ്പോഴും ഉം. പറഞ്ഞ കാര്യങ്ങൾ അത് വേൾഡ്ലി വിസ്ഡമാണ്. ഉം. വേൾഡ്ലി വിസ്ഡമാണ്. ഉം. ഈ വേൾഡ്ലി വിസ്ഡം എന്ന വിഷയത്തിന്റെ തകരാറ് ഉം. ഭയങ്കര ഡേഞ്ചറസ് ആണത്, കേട്ടോ. ഓക്കെ. ഓക്കെ. ഉം. ഡേഞ്ചറസ്. അപ്പം എനിക്ക് ഈ ടോക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ, എനിക്ക് നിർത്താനോട്ട് മനസ്സ് വരുന്നില്ല. ആൾക്കാർ പറയും ഇയാളെന്താ നിർത്താത്തെന്ന്. ഉം. നാളെ ഒരേ കാര്യം എടുത്തിട്ട് ഈ ചറുതേറുന്ന ഇയാളെന്താ നിർത്താത്തെന്ന്. ഉം. I wanted to continue it for another hour. ഓക്കെ. അതുകൊണ്ട് തീരത്തില്ല. കാരണം ഡേഞ്ചർ ഓഫ് ദി വേൾഡ്ലി വിസ്ഡം എന്ന വിഷയം നമ്മൾ എടുക്കുമ്പോഴേ, ഉം. വാട്ട് ഈസ് ദ ഡേഞ്ചർ ഓഫ് വേൾഡ്ലി വിസ്ഡം? 2, ഡിവൈൻ വിസ്ഡവും വേൾഡ്ലി വിസ്ഡവും തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഉം. നമ്മുടെ ഓഡിയൻസ് ആരെങ്കിലും ചോദിക്കും ഒരു സമയത്ത്, ആ സമയത്ത് നമുക്ക് പറഞ്ഞോളാം. ഇപ്പം ഞാനങ്ങോട്ട് പറഞ്ഞു. വരുന്നില്ല. ഓക്കെ. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് വേൾഡ്ലി വിസ്ഡം ശലോമോൻ പറഞ്ഞത്, അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്താൽ നമ്മളറിയാതെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നു. ഉം. അപ്പോൾ ഇനിയും അതിബുദ്ധിമാനായിരിക്കുന്നതും ഉം. അതിജ്ഞാനിയായിരിക്കും. അതിജ്ഞാനിയായിരിക്കുന്നതും മൂഢനായിരിക്കുന്നതും ഇങ്ങനൊരു ടെർമിനോളജി ലൈഫിൽ ആപ്ലിക്കബിൾ അല്ല. ഉം. ലൈഫിൽ എന്തേ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ?
ലൈഫിൽ എന്തേ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ? ദൈവത്തോട് ഇല്ല, നമുക്ക് ആ ഭാഗം ഒന്ന് എടുക്കാം. Yeah. മാമൻ്റെ ഉണ്ടല്ലേ, മാമൻ എന്നെ കറക്റ്റ് ചെയ്യാൻ കഴിയുമേ. Yeah. പിന്നെ സദൃശവാക്യങ്ങൾ എടുത്താട്ടോ. അത് ഞാൻ ചില വായിക്കുമ്പോഴേ ആ. എൻ്റെ കാഴ്ച ഇച്ചിരി ഡിഫക്റ്റീവാന്ന് ഞാൻ മുമ്പ് Yeah. പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞാട്ടെ. ഡിഫക്റ്റീവ് കാഴ്ച ചിലപ്പം തെറ്റായ വായനയിലേക്ക് കൊണ്ടുപോകും. ഈ നമ്മൾ പിന്നെ പ്രോവേർബ്സ് ചാപ്റ്റർ 8 എടുത്തിട്ട് ആ. എൻ്റെ 34 34. വേഴ്സസ് ഞാൻ മലയാളത്തിൽ വായിക്കാൻ പോണേ. പക്ഷെ Okay. ഇംഗ്ലീഷിൽ അത് ക്ലിയർ ആകത്തുള്ളൂ കേട്ടോ. Okay. ഇംഗ്ലീഷ് എക്സ്പ്ലെയിൻ ചെയ്യാം, മലയാളത്തിൽ വായിക്കാം. ദിനംപ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ പ്രസാദം പ്രാപിക്കുന്നു. ഞാൻ എന്നെ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന സ്വയം ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അയാള് ഈ 8-ാം അധ്യായത്തിന്റെ ആദ്യം നമ്മൾ വായിക്കുമ്പം ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ പ്രൊട്ടാഗണിസ്റ്റ്, മുഖ്യ കഥാപാത്രം വിസ്ഡമാണ്. വിഷ്ണുവോട് എന്ത് പറയാണ്? ദിനംപ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും പിന്നെ എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്കനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വിസ്ഡം ഒരു വീട്ടിൽ താമസിക്കുക. വീട്ടിലെ താമസക്കാരൻ്റെ ഒക്കെ പേരുടെ പേരെന്താണ്? വിസ്ഡം എന്ന. എല്ലാ ദിവസവും ഒരുത്തം വരും, ഒരു ഭിക്ഷക്കാരൻ വരും. പുള്ളി രാവിലെ എന്ത് അറിയാമോ? ആ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കും ഏത് ജനലിലാണ് വീട്ടുകാരൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ കണ്ടോ, സാർ 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 സാർ. ആരെയെ വിളിച്ചത്? വിസ്ഡത്തെ വിളിക്കുക. എന്നാടാ? ഗീവ് മീ സംതിങ്. എൻ്റെ ഒന്നുമില്ല, കഴിക്കാനില്ല. അപ്പൊ വിസ്ഡത്തോട് നമ്മൾ എന്താ ചോദിക്കുന്നത്? വിസ്ഡം. ഇറച്ചിക്കട ചെന്നിട്ട് ആരെങ്കിലും ഒരു സാരി ഇങ്ങ് പോന്നു തരാൻ പറയാമോ? ഇല്ലല്ലോ. ഇറച്ചി കടിക്കാൻ ഇറച്ചിക്കടയിൽ പോകുന്നത്, മീൻ മേടിക്കാൻ മീൻ കടയിൽ പോകുന്നത്. വിസ്ഡത്തിന്റെ വീടിന്റെ അവിടെ എന്തിനാ വരുന്നത്? വിസ്ഡം ചോദിക്കാം. അപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും അവനിങ്ങനെ നോക്കും. സാർ സാർ സാർ. അവന് അന്നത്തേക്കുള്ള വിസ്ഡം കൊടുത്തു. വിസ്ഡം ഫോർ ദാറ്റ് ഡേ. അതുകൊണ്ട് അവൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. ആരുടെ മാർക്കുണ്ടാക്കിയിട്ടില്ല, പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു. ഇച്ചിരി പൈസ കൊണ്ട് കടമൊന്നും ഉണ്ടാക്കാതെ എല്ലാ ആവശ്യങ്ങളും നിറവേറി സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. രാവിലെ വീണ്ടും ഓടുക. എവിടെ ഓടുക? വിസ്ഡത്തിന്റെ വീടിന്റെ അവിടെ ഓടുക. എന്തിന്? ഇന്നലെ എനിക്ക് തന്നില്ലയോ? തന്നു സാറ്, തീർന്നു പോയി. ഇന്നത്തേക്കില്ല. കൊടുത്തവന് ഇന്നത്തേക്കും 5 രൂപ കൊടുക്കുന്നവര്. വിസ്ഡം ഓഫ് ദ ഡേ. ഇങ്ങനെ ഡെയിലി അവൻ പോയി. അവൻ മരിച്ചു. ന്യായവിധി ദിവസം വന്നു. അവിടെ ചെന്നപ്പോ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ന്യായവിധിക്ക് വേണ്ടി ക്യൂ നിൽക്കുക. നീ അയ്യോ, ഞാൻ ഹൈദരാബാദിലെ ഏറ്റവും വലിയ ഉണർവ് ചർച്ചിന്റെ സെൻട്രൽ പാസ്റ്റർ, ആഗോള പ്രസിഡന്റ്, വേൾഡ്. നിന്നെ അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ രാജ്യത്തെ പുത്രന്മാരെ ഓരോരുത്തരെ പുറത്ത് ഇരുട്ടി തള്ളിക്കൊണ്ടിരിക്കുക. ആരെ? രാജ്യത്തിന്റെ പുത്രന്മാരെ. അങ്ങനെ രാജ്യത്തെ പുത്രന്മാർ ഇറങ്ങി പോയി ഇരിക്കുമ്പം ഒരുത്തം തേണ്ട കയറി വരുന്നു. കണ്ടപ്പോഴും പറഞ്ഞു, ഐ നോ യു. എങ്ങനെ അറിയാം? എല്ലാ ദിവസവും നീ എൻ്റെ വാതിൽക്കൽ വരുന്നതിന് വേണ്ടി, വിസ്ഡം ഓഫ് ദ ഡേ, അതിനു വേണ്ടി വരുമായിരുന്നു. വിസ്ഡം ഓഫ് ദ ഡേ. ഇത് പറഞ്ഞിരിക്കുന്നത്, ഇത് ശലമന പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് ശലോമോനാ. ശലോമോൻ തന്നെ. അതെ. അപ്പൊ ഇതെവിടുന്ന് വന്നതാ? ഇത് ഉയരത്തിലോട്ട് കണക്ട് ചെയ്തപ്പോൾ കിട്ടിയതാ. ഇത് ഉം, When he connected himself to heaven, ഉം. he got it. മറ്റേതോ സൂര്യന്റെ കീഴെ. സൂര്യന്റെ കീഴിലുള്ള കാര്യങ്ങൾ നോക്കി പോയപ്പം ഉം. കിട്ടിയതാണ്. അപ്പം ഈ അതിദാരിദ്ര്യം, അതിസമൃദ്ധി, അതിബുദ്ധി ഇങ്ങനെ പറയുന്ന കൺസെപ്റ്റ് ഒന്നും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ല. ഉം. അതാ നമ്മുടെ ചോദ്യകർത്താവിനുള്ള ഫൈനൽ ആൻസർ. ഓക്കെ ഓക്കെ. ശലോമോൻ പലരും പറഞ്ഞ കാര്യങ്ങളാണ്. ദൈവത്തിൽ നിന്നും ആപ്ലിക്കബിൾ അല്ല. ദൈവത്തിൽ എന്തേ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ? ദൈവത്തോട് കണക്റ്റഡ് ആയി. എല്ലായ്പ്പോഴും ദൈവം എന്ന വൈജ്ഞാനിക സോഴ്സസിന്റെ അവിടെ ചെന്ന് രാവിലെ ഗോഡ് ഗിവ് മി വിസ്ഡം ഓഫ് ദ ഡേ. ഉം. ഇന്നത്തെ ദിവസം തെറ്റുപറ്റാതെ ഉം. ദൈവപ്രകാരം ജീവിക്കാൻ വിസ്ഡം ഓഫ് ദ ഡേ. ഉം. ദാറ്റ് ഈസ് ഓൺലി വൺ തിങ് ആപ്ലിക്കബിൾ. ബാക്കി ശലോമോൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതെ. ജീവിതത്തിൽ പ്രസംഗ വിഷയമായിട്ടും ആപ്ലിക്കേഷനായിട്ടും അല്ലെങ്കിൽ ജീവിത ദർശനമായിട്ടും ഗൈഡിങ് വേർഡ്സ് ആയിട്ടും മാർഗദർശിയായിട്ടും ഒന്നും എടുത്തു കളയരുത്. ദാറ്റ് ഈസ് മൈ ഫൈനൽ ആൻസർ. അത് എത്ര പേർക്ക് അക്സെപ്റ്റബിൾ ആവുന്നുള്ളത് എനിക്കറിയത്തില്ല. വേണേ പറയും ബാബുജോൻ വേദപുസ്തകം തിരുത്തി പ്രസംഗിച്ചു എന്ന്. ബാബുജോൻ വേദപുസ്തകം തിരുത്താൻ ബാബുജോൻ ആളല്ല. വേദപുസ്തകം പൊരുൾ തിരിക്കാൻ മാത്രമേ ബാബുജോന് അവകാശമുള്ളൂ. ഓക്കെ. സഭാപ്രസംഗി പുസ്തകം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ശലോമോൻ എഴുതുന്നത് എല്ലാറ്റിന്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വചനത്തെ പ്രമാണിച്ചു കൊള്ളുക എന്നാണല്ലോ. യെസ്. ഇതിനകത്തൊരു പറഞ്ഞല്ലേ, ഇതൊരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് എന്ന് പറയാൻ പോലാണ്. ചില സമയത്ത് ദൈവമായിട്ട് കണക്റ്റഡാ, ഡിവൈൻ വിസ്ഡം വരുന്നു. മറ്റേ ചിലതോ ആകാശത്തിന് കീഴിലുള്ള നോക്കിപ്പോയി ആവശ്യമില്ലാത്ത കാര്യം കയറി വന്നു. അപ്പം ഏത് ദൈവമായിട്ട് കണക്റ്റഡും ഏതല്ലാത്തതും, ഏത് പോപ്പുലർ സെയിൻസിൽ നിന്ന് കളക്ട് ചെയ്തതും ഏത് ഹൃദയദൃഷ്ടി പ്രകാശിച്ച് കളക്ട് ചെയ്തതും, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ദൈവമക്കളായ ആൾ അറിഞ്ഞിരിക്കണം. അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആളുകളുടെ ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞ നമ്മുടെ ബൈബിൾ ഇൻസൈറ്റിലെങ്കിലും വന്ന് സെഷൻസ് കേൾക്കണം. എന്നിട്ട് ഒത്തില്ലെന്നല്ല നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ഉണ്ടല്ലോ, അതിനകത്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പോലും തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ സർ, വളരെ നല്ലൊരു വിശദീകരണമായിരുന്നു. ദീർഘമായിട്ടുള്ള ഒരു ഉത്തരവായിരുന്നെങ്കിലും പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. ഈ സെഷൻ പ്രേക്ഷകർക്ക് ഉപകാരമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കണ്ടോ കമന്റ് ബോക്സിലോ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.